എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനു. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പാലയമാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സെൻറ്റ് തോമസ് ചർച്ച് പാലയമാട് ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്. ആൻറ്റി സ്ഥിരമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻറ്റി ഡെയിലി അയച്ചു തരുന്ന സാക്ഷ്യങ്ങളും അതുപോലെ ഡെയിലി ബ്രെഡും ഒക്കെ ആദ്യമേ കണ്ടു തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ ഈ സാക്ഷ്യങ്ങൾ സ്ഥിരമായി കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 3-നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ റീസണാണ് ഞാൻ പറയുന്നത്. ഞാൻ 2020 മുതൽ 2024 വരെ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് 4 വർഷത്തോളം അവിടെ നിന്നു. അപ്പം 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഖത്തറിലാണ്. പിന്നെ മാതാപിതാക്കളൊക്കെ കുറച്ച് ഏജ്ഡ് ആണ്. അപ്പം അവർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങി. അപ്പം മക്കളെ നോക്കുന്നതൊക്കെ അവരാണ്. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വന്നു തുടങ്ങിയപ്പം പിന്നെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു മെൻ്റലി ഭയങ്കര ഒരു ഡിഫിക്കൽട്ടീസൊക്കെ വന്നപ്പം എനിക്ക് എങ്ങനെയാണെങ്കിലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലെത്തി. ആ സമയത്താണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ റിസൈൻ വെക്കാൻ ഉള്ള എല്ലാ പേപ്പേഴ്സും ഫോർവേഡ് ചെയ്തു. പക്ഷെ എനിക്ക് അറിയത്തില്ല നാട്ടിൽ വന്നു കഴിയുമ്പം എന്താ ചെയ്യണ്ടേ. ഞങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ അത്ര വലിയ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല, ചെറിയ ക്ലിനിക്സൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ റിസൈൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം സൗദിയിൽ ഞങ്ങൾക്ക് നമ്മുടെ പെൻഡിങ് വെക്കേഷൻസ് നമ്മൾ എക്സിറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ തന്നെ എടുത്ത് തീർക്കണം. നമ്മൾ നാട്ടിലേക്ക് വിടത്തില്ല. ആ സമയത്ത് ഞാൻ 2 മാസത്തോളം എനിക്ക് പെൻഡിങ് വെക്കേഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് OET പണ്ട് മുതലേ ഉള്ളൊരു സ്വപ്നമായിരുന്നു. ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡ്രീമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ OET പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിച്ച് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ നോർമൽ സ്റ്റേറ്റ് സിലബസ് മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ഒരു 10-11 വട്ടം എഴുതിയിട്ടും കിട്ടാത്തവരെ എൻ്റെ കൺമുമ്പിലുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ മാതാവിൽ ഒത്തിരി വിശ്വാസം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ എന്തായാലും OET എഴുതാൻ പോവാണ്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ OET തന്നേക്കണേന്ന് പറഞ്ഞു. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, വീട്ടിൽ മക്കളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ മാതാവ് എനിക്ക് OET എഴുതാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു 2 months ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് എഫേർട്ട് ഇട്ട് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പം അങ്ങനെ നാട്ടിലെത്തി 1 വീക്ക് കഴിയുമ്പം എൻ്റെ റിസൾട്ട് വന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET ക്ലിയർ ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് ഇതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ ഉടമ്പടി ധ്യാനത്തിലൊക്കെ പറയുന്നതല്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എൻ്റെ കാര്യത്തിൽ വളരെ സത്യമാണ്. ഞാൻ ചിന്തിക്കുമ്പം ഒത്തിരി ഇംഗ്ലീഷ് എക്സ്പോഷറുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വന്നിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിഷൻ ലെറ്ററിനൊക്കെ ഒരു ഓൾമോസ്റ്റ് 6 months ഒക്കെ ചിലർക്കൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രോസസ്സ് ആദ്യമൊക്കെ വളരെ സ്മൂത്തായിരുന്നു. ഒരു 3 monthsനുള്ളിൽ തന്നെ എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടി. അങ്ങനെ ആ സമയത്ത് വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനപ്പോൾ ഉടമ്പടി 3 months കഴിയുമ്പോൾ ശരിക്കും ഉടമ്പടി പുതുക്കേണ്ട ഒരു സമയമായി. ആ സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ അവിടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നഴ്സസിന് അറിയാം നമുക്കങ്ങനെ ഗ്യാപ്പ് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അങ്ങനെ ഞാൻ ഒരു 7 മാസത്തോളമൊക്കെ ആയി ഉടമ്പടി പുതുക്കാൻ. രണ്ടാമത് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല. 1-2 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അവർ സെലക്റ്റഡ് എന്നൊക്കെ പറയും. പക്ഷേ അതിനുശേഷം ഒരു ഓഫർ ലെറ്ററോ അതിൻ്റെ ഒരു പ്രോസസ്സും പിന്നെ മുന്നോട്ട് നടന്നില്ല. അപ്പം അപ്പോഴാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ശരിക്കും കിട്ടിയത്. ഞാൻ ഉടമ്പടിയിലാണെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമോ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ഇത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ ഉടനെ തന്നെ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ കൂടുതൽ മാതാവിനോട് അടുക്കുകയും പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ മുടങ്ങാതെ കാണുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ പ്രോസസ്സ് വീണ്ടും സ്മൂത്തായി തുടങ്ങി. അങ്ങനെ ഒരു 3 months കഴിഞ്ഞപ്പം എനിക്ക് ഡയറക്റ്റ് അവിടെ ഒരു അയർലൻഡിലെ ഒരു ഗവൺമെൻറ് ഏജൻസി CPL എന്നാണ്, അവിടുത്തെ ഒരു ഫേമസ് ഏജൻസിയാണ്. ആ ഏജൻസി ത്രൂ എനിക്കൊരു ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ മുമ്പുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി, പഠിച്ചൊരുങ്ങുന്നതിനോടൊപ്പം തന്നെ അതിലും അപ്പുറം പ്രാർത്ഥിച്ചൊരുങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് ഞാൻ ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി. അതുപോലെ കാശുരൂപം എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ പാനലിരിക്കുമ്പം എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റി. ചില സമയത്ത് എനിക്കൊരു ഡൗട്ട്സ് വന്നാലും അവർ നമ്മളെക്കൊണ്ട് ആ ഒരു ആൻസറിലേക്ക് എത്തിക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും. ആ സമയത്തൊക്കെ എനിക്കത് കിട്ടാതെ വരുമ്പം ഞാൻ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ എവിടെ നിന്നും അറിയില്ല, ഞാൻ കറക്റ്റ് ആ ഒരു ആൻസറിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റായി. 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ആ സമയത്തൊന്നും എനിക്ക് അവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടാതിരുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അതിപ്പോൾ ജെനുവിൻ ആയിരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ സമയത്തൊന്നും എനിക്ക് കിട്ടാതിരുന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയും എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അതിലും വലുതായിരുന്നു. ഇതിപ്പം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഏജൻസി റിക്രൂട്ട് ചെയ്യുന്ന നല്ലൊരു പൊസിഷനിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുവേണ്ടി മാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല രീതിയിലുള്ള വിസകൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എക്സാം വിസ അപ്ലൈ ചെയ്തു. ആ സമയത്ത് എക്സാം വിസ റിജക്റ്റായി. ആ റിജക്ഷനൊക്കെ ഇതിൻ്റെ ഒരു റീസണാണ്. കാരണം എക്സാം വിസയ്ക്ക് പോയാലും ഒത്തിരി ഡിഫിക്കൽട്ടീസ് നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതൊന്നുമില്ലാതെ തന്നെ എൻ്റെ മാതാവ് എന്നെ ഏറ്റവും സേഫായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു എൻ്റെ മാതാവ് ഇത്രയും എന്നെ അതിനു വേണ്ടി ഒരുക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് എല്ലാ പേപ്പേഴ്സും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടേണ്ട ഒരു പേപ്പറുണ്ട്, AWS എന്നാണ് അതിൻ്റെ പേര്. അത് ആ ഒരു സിറ്റുവേഷനിൽ കുറേ ഡിലേ ആയിപ്പോയി. 3 ആഴ്ച കൊണ്ട് കിട്ടേണ്ട ഒരു പേപ്പറായിരുന്നു അത്. പക്ഷെ അതെനിക്കൊരു 2 months ആയിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവ് എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മിസ്റ്റേക്ക്. അപ്പം ഞാൻ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ കുറച്ച് കുറവായിരുന്നു. ഉടമ്പടിയിൽ മറ്റുള്ളവരൊക്കെ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പം എല്ലാവരും പറയുന്ന പോലെ ആ ഒരു ഡീപ്പസ്റ്റ് ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും കൂടുതൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ ഒരു AWS അപ്രൂവായി കിട്ടി. പിന്നീടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വിസ ആ സമയത്ത് നല്ല ഡിലേ ആയിരുന്നു. ഒരു 1.5 മാസത്തോളമൊക്കെ എടുത്തിട്ടായിരുന്നു എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ ആ ഏജൻസി അവിടെ ഓൾറെഡി എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്, അതിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ AWS കിട്ടുന്നത് ഈ എക്സാം ഡേറ്റിൻ്റെ 1 month മുമ്പെയാണ്. പക്ഷെ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും 1.5 മാസത്തോളം ടൈം എടുക്കുന്നുണ്ട് വിസ അപ്രൂവായി കിട്ടാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വിസ അപ്രൂവായി കിട്ടത്തില്ല ആ ഒരു സമയത്തിനുള്ളിൽ. കാരണം ഒരു മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിനകത്ത് ഒരു 5 days മുന്നെങ്കിലും നമ്മളവിടെ എത്തണം, അയർലൻഡിൽ എത്തണം.
എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു. എൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് എനിക്ക് 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ടൊക്കെ കിട്ടുന്ന വിസ എനിക്ക് 13 ഡേയ്സ് കൊണ്ട് എന്നെ അപ്രൂവായി കിട്ടി. അപ്പം ഇതെല്ലാം തന്നെ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി ഡിലേ ആക്കിയതും എല്ലാം തന്നെ എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് ഇപ്പോൾ ഈ സന്നിധി നിൽക്കുമ്പോൾ ഞാനത് ഏറ്റു പറയുവാണ്. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മളെപ്പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ സമയത്തൊക്കെ ആ ഡിലേ ആവുന്ന സമയത്ത്, ആ സെക്കൻഡ് പ്രോസസ്സ് സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പം ആദ്യത്തെ പോലെയല്ല, ഞാൻ കൂടുതലും മാതാവിനോട് അടുത്തു, ഈശോയോട് അടുത്തു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ ഇനിയിപ്പോൾ ഞാൻ പോകണ്ടെന്നാണ് നിൻ്റെ തീരുമാനം, എങ്കിൽ വേണ്ട, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് അങ്ങനെയാണ്. എനിക്കിത് ചെയ്തു തരണം എന്ന് വാശി പിടിക്കുകയല്ല, മറിച്ച് എൻ്റെ ഈശോയും മാതാവും എനിക്ക് വേണ്ടി എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അത് 2 കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് വളരാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പം ഈ മാസം 9-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. എനിക്ക് അവിടെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബുണ്ട്. അപ്പം ദൈവമാതാവും ഈശോപ്പയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പത്രം ഞാൻ എല്ലാവർക്കും ഈ ബസ് സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഒരു ലാസ്റ്റ് വരുന്ന ഒരു 1-2 പത്രം എപ്പോഴും ബാഗിലുണ്ടാവും. കാരണം അത് എൻ്റെ കൺമുമ്പിൽ വരുന്ന അത്രയും അത്യാവശ്യക്കാർ എൻ്റെ കൺമുമ്പിൽ വരുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു ബാഗിൽ എപ്പോഴും കരുതുമായിരുന്നു. അങ്ങനെ എനിക്കൊരു 2 അക്രൈസ്തവരെ എനിക്ക് ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരു കൊച്ചു ഇവിടെ ഓൾറെഡി വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവൾ വന്ന് പ്രാർത്ഥിച്ചു. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചായിരുന്നു. അവളുടെ ലൈഫിൽ ഒത്തിരി അത്ഭുതങ്ങൾ അവൾ ഇപ്പം ഇങ്ങനെ അവൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവൾ അതെല്ലാം എന്നോട് വിളിച്ച് പറയും. അപ്പോൾ അതെനിക്ക് അതൊരു വളരെ വലിയൊരു സന്തോഷമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്നേഹഭവനുണ്ട്. അവിടെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ അവിടെ കുറേ അന്തേവാസികളുണ്ട്, കുറച്ച് സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ള അന്തേവാസികളാണ്. അപ്പോൾ അവർക്ക് കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ വരുമ്പം അവരെ കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൂടാതെ പൊതിച്ചോറ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ കൺമുമ്പിൽ വരുന്നവർക്ക് സഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഈശോപ്പയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്ന ഓരോ നന്മകൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18:35. അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഷിനു ജോഷി, പാലയമാട്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തൻ്റെ ജീവിതത്തിലും തന്നെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയതെന്ന് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ തനിക്ക് അയർലൻഡിലേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിയത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കുറച്ചുകൂടി ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള ബോധ്യമായിരുന്നു. അതുതന്നെയാണ് ഓരോരോ കാര്യങ്ങളിലും ഡിലേ വരുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈ മകള് പ്രേക്ഷിത വേലകൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു തിരിച്ചറിവിലേക്ക് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ ജീവിതത്തിൽ ഒരു അയർലൻഡിലെ ജോലി ആഗ്രഹിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള ജോലി ഇമാൾക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദി പറയാം. നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടും ഇനിയും പ്രത്യക്ഷീകരണ മാതാവ് ഇവരനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിന് നമുക്ക് നന്ദി അർപ്പിക്കാം.